ഞങ്ങളാരും പറയണില്ല ഞങ്ങൾ അനന്തരാവകാശികളാണെന്ന്, ഞങ്ങൾ അമ്പിയാക്കളെ വാരിഥീങ്ങളാണെന്ന്. ഞങ്ങൾ എന്തേ പറയുന്നുള്ളൂ, ഞങ്ങൾ അമ്പിയാക്കളെ വാരിഥീങ്ങളല്ല. പിന്നാരാ? അമ്പിയാക്കളെ വാരിഥീങ്ങളായ മശായിഖന്മാരെ നിർദ്ദേശപ്രകാരം അവര് പറയുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അവരെ ഖാദിമീങ്ങളാണ് ഞങ്ങൾ. ഞങ്ങളാരും വാരിഥീങ്ങളല്ല. തിറിയാശം കുഞ്ഞമ്മദ് പറഞ്ഞത് വളരെ വളരെ കറക്റ്റാണ് ആ പറഞ്ഞത്. പക്ഷേ ആ പറഞ്ഞോടത്തും ചെറിയൊരു തിരുത്തു കൊടുക്കാനുണ്ട്. കാരണം ഇപ്പോഴൊരു വക്രതയിലാണ് നിങ്ങൾ സംസാരിക്കുള്ളൂ. നിങ്ങൾ ഷെയ്ഖ് എന്ന് പറയുന്ന വ്യക്തിയോ മുരീദുകൾ എന്ന് പറയുമ്പോൾ നിങ്ങളോ യാതൊരു നിലക്കും അമ്പിയാക്കന്മാരുടെ വാരിസ്യങ്ങളല്ല. നിങ്ങൾ പുതിയൊരു ടീമാണ്. നിങ്ങൾ പുതുതായി ഇറങ്ങിയ പുതിയൊരു മതത്തിൻ്റെ വക്താക്കളുമാണ്. അമ്പിയാക്കന്മാരായിട്ട് യാതൊരു ബന്ധമില്ല. ഷെയ്ഖിനും ബന്ധമില്ല, മുരീദുകൾക്കും ബന്ധമില്ല. ഷെയ്ത്താനിൽ നിന്ന് എവിടെ നിന്നോ കിട്ടുന്നതായ പുതിയ പുതിയ വക്രതകളും കൂർമ്മ ബുദ്ധികളും വെച്ചിട്ട് സുന്നത്ത് ജമാഅത്തിനെ എങ്ങനെ ഒതുക്കാം, സുന്നി പണ്ഡിതന്മാരെ എങ്ങനെ കീഴ്പ്പെടുത്താം, അവരെങ്ങനെ പച്ചത്തെറി വിളിക്കാം, അതിൻ്റെ പ്രവർത്തകരെ എങ്ങനെ ഒതുക്കാമെന്ന് മുകളിൽ നിന്ന് ഷെയ്ത്താൻ്റെ നിർദ്ദേശപ്രകാരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഷെയ്ഖും ആ ഷെയ്ഖിൻ്റെ നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിക്കുന്ന ഗുണ്ടകളായ നിങ്ങളും എങ്ങനെ പ്രവാചകന്മാരുടെ അനന്തരാവകാശികളാകും? അത് നിങ്ങൾക്ക് തന്നെ ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ആദ്യം പറഞ്ഞത് ഞങ്ങളാരും അമ്പിയാക്കന്മാരുടെ വാരിസ്യങ്ങളെന്ന് നമുക്ക് ആവശ്യപ്പെടുന്നില്ല, ഞങ്ങളാരും അതല്ല. അപ്പോൾ ആ സത്യം നീ തന്നെ വെളിപ്പെടുത്തിയത് കൊണ്ടും നിനക്കത് അറിയുന്നത് കൊണ്ടും 1000 നന്ദി. ഇനി പറയാനുള്ളത് നിൻ്റെ ഷെയ്ഖും അതിൽ പെട്ടതല്ല എന്നുള്ളതാണ്. ഷെയ്ഖിന് ആകാശത്തൊന്നും കിട്ടണില്ല, ഭൂമിയിൽ നിന്നും കിട്ടണില്ല, ഒരു ചുക്കും കിട്ടണില്ല, അള്ളാഹിലേക്ക് ഒരു ചുക്കും വരുന്നുമില്ല. ഓനനുസരിച്ച് ഓനെ തന്നെ നിയന്ത്രിക്കാൻ കഴിയണില്ല. അവൻ്റെ തൊള്ളയിൽ കിടക്കുന്ന വായയിൽ കിടക്കുന്ന നാവിനെ പോലും നിയന്ത്രിക്കാനാവാത്ത ആളാണ് കുരുവട്ടൂർ ഹക്കീം മൗലവി. അവൻ്റെ തലമുടികൾ നിരച്ചുകൊണ്ടിരിക്കുകയാണ്, അത് നിയന്ത്രിക്കാൻ അവന് കഴിയുന്നില്ല. പിന്നെ എങ്ങനെ ഓൻ ലോകം നിയന്ത്രിക്കുന്നു എന്ന് പറയല്? അപ്പോൾ പച്ചക്കളവാണ് നിങ്ങൾ ഷെയ്ഖിൻ്റെ പേരിൽ മുരീദുകളായ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഷെയ്ഖും മുരീദും കൂടെ നടത്തുന്നത് അക്ബറിൻ്റെ ദീന ഇലാഹി മാതിരി പുതിയൊരു മതം കൊണ്ടുവരാനാണ്. മഹാന്മാരുടെ റൂട്ടിലാണെന്ന് അവകാശപ്പെടുന്ന നിങ്ങൾക്ക് വായക്ക് യാതൊരു തെർബിയത്തും കിട്ടിയിട്ടില്ല എന്ന് കവലിൽ നിന്ന് നിങ്ങൾ പ്രസംഗിക്കുന്ന നിങ്ങളുടെ പ്രഭാഷണത്തിൻ്റെ ഓരോ ലഫ്ലുകളും സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന ഏതൊരു മനുഷ്യനും ഏത് സാധാരണക്കാർക്കും തിരിയും. നിങ്ങൾക്കൊരു തെർബിയത്തും കിട്ടിയിട്ടില്ല, സംസ്കാരം കിട്ടിയിട്ടില്ല, നിങ്ങൾ സംസ്കാരമില്ലാത്ത സംസ്കാര ശൂന്യരാണ് എന്ന്. ആണത്തമുള്ളവനാണെങ്കിൽ, അഭിമാനമുള്ളവനാണെങ്കിൽ, ജനനത്തിൽ തകരാറില്ലാത്തവനാണെങ്കിൽ 1000 കുതിരശക്തിയോടെ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. തെളിയിക്കാൻ ആണായി പിറന്നവരുണ്ടോ? ഞാഞ്ഞ പറഞ്ഞ പോരാ. കള്ളത്തൊരീകത്തിൽ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് ഓരോ സൂപ്പിയാക്ക് കിട്ടിയ തെർബിയത്തിന്റെ കോലാണ് ഇപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉമ്മാക്ക് പറന്ന മുലപ്പാല് കുടിച്ച് വളർന്ന ആൺകുട്ടികളുണ്ടോ? കൊണ്ടുവരികടാ തെളിവ്. ഉളുപ്പില്ലാതെ എത്ര പോരൂരടങ്ങള് തലയെ കെട്ടും കെട്ടിയിട്ട് അത് അയച്ചിട്ട് തളപ്പെട്ടി തെങ്ങുമ്പോ കയറിക്കണല്ലോ നിങ്ങൾക്ക് നല്ലത്. അപ്പൊ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ശരിയാണ്. താങ്കളൊന്നും ആ പണ്ഡിതന്മാരുടെ അനന്തരവാസി എന്ന് പറയാൻ പറ്റിയ സാധനമല്ല. ആ വേഷം തന്നെ ഉള്ളൂ, ആ വേഷം കെട്ടന്നെ ഉള്ളൂ. ആ വേഷം കഴിച്ചു കണ്ടിച്ചെങ്കിൽ തനി ഷെയ്ത്താനാണ്.